ഫ്രണ്ട്സിട്ട് പോവാം. ആർക്കൂടെ ഹീറോയിൻ നല്ല റൊമാൻസ് നടക്കായിരുന്നു. 3 പേര് നോക്കിയ ഹീറോയിൻ സാഡായിരുന്നു. ഹീറോയിൻ നോക്കുമായിരുന്നു. എന്താ 3 പേര് ശരി ഓക്കെ നിങ്ങൾ പോയിക്കോ എന്നോ കോളേജിൽ പോയിക്കോ വായാന്ന് പറഞ്ഞ് അവർ ബേബീസ് കണ്ണെത്തി കിസ് അടിച്ച് അവർ പോവും. കോളേജിലേക്ക് പോയായിരുന്നു. അങ്ങനെ കോളേജിൽ എങ്ങനെയാണ് അവർ ഫൈനലിലേക്ക് എത്തിയായിരുന്നു. അങ്ങനെ ഫൈനലിലേക്ക് ക്ലാസ് പോകാൻ തുടങ്ങിയായിരുന്നു. ഫൈനൽ സ്റ്റുഡൻസ് കുറേ സ്റ്റുഡൻസ് വന്നായിരുന്നു. അങ്ങനെയായിട്ട് നിങ്ങൾ പഠിക്കുന്നതിൽ ഭയങ്കര ബിസിയായിരുന്നു. ഫോക്സ് ഗെയിം പഠിക്കുക എല്ലാ ടാലൻറ്റും നല്ല ഫസ്റ്റ് പേരായിരുന്നു. പിന്നെ കുറച്ച് ജൂനിയേഴ്സ് എല്ലാം ജോയിൻ ചെയ്തായിരുന്നു. ജൂനിയേഴ്സ് മുമ്പ് ഒരു ഫസ്റ്റ് ഇയർ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിറയെ ജൂനിയേഴ്സ് വന്നായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിനെ നോക്കി ഹീറോമാർ 3 പേര് വരെ ഒരു 3 ഗേൾസ് വരെ കണ്ണുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് അവർ ഹീറോമാരോട് സംസാരിക്കാൻ ട്രൈ ചെയ്ത് അവർ ഹീറോമാർ 3 പേര് കണ്ടിക്കാതെ പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോ വെച്ചിട്ട് ബേബീസ് നല്ല കാരിങ് നന്നായിട്ട് നോക്കുമായിരുന്നു. ഇപ്പോൾ കുട്ടികൾ വളർന്ന ശേഷം കോളേജിൽ പോവാൻ എന്നെ മുണ്ടാതെ ഹീറോ ആയിരുന്നു. അങ്ങനായിട്ട് ഹീറോയിൻ്റെ ഫ്രണ്ട് പറയായിരുന്നു ശരി ഡി എന്ന് പറഞ്ഞു. ഹീറോയെ കോൾ ചെയ്ത് ഒരാൾ വ്യക്തിയായിരുന്നു. എന്താ എന്ന ഹീറോയിൻ്റെ ഫ്രണ്ട് കേൾക്കായിരുന്നു കോൾ ചെയ്ത്. ശരി എൻ്റെ ചേച്ചി വരട്ടെ എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി വന്ന് കോളേജ് ജോയിൻ ചെയ്ത് ചേച്ചി ജോലി ചെയ്യുന്നില്ല എന്ന് പറയായിരുന്നു. അതിനായിട്ട് ഹീറോയിൻ അത് ജോലി വിട്ടായിരുന്നു. അങ്ങനെ 3 പേര് ചെന്ന് ഇനി പ്രപ്പോസൽ ഒന്നും വേണ്ട ഞങ്ങളെ തന്നെയാണ് നോക്കിക്കോളാം എന്ന് 3 പേര് പറഞ്ഞു. അതുകൊണ്ട് ഹീറോയിൻ ജോലി വിട്ടായിരുന്നു. അതിനായിട്ട് ആ സ്ഥലത്തേക്ക് വേറെ ഒരാൾ വന്നാണ്. ഹീറോയിൻ ചേച്ചിയാണ്. ചേച്ചിയുടെ ഹസ്ബൻഡ് വന്ന് ഇവിടെ സെറ്റായിരുന്നു. അവർക്ക് 2 പേർക്ക് ലവ് മാരേജാണ്. വേറെ സ്ഥലത്തിൽ ശമ്പളം ഇതൊന്നും മതിയാകുന്നില്ല. ഹീറോയിൻ്റെ മമ്മി ഡാഡി അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നു. ഹീറോ എങ്ങനെ കഷ്ടപ്പെട്ട് അവർ അക്സെപ്റ്റ് ചെയ്ത് 2 പേർക്കും മാരേജ് കഴിച്ച് കൊടുത്തതാണ്. അതേമാതിരി അതും കൊറിയൻ ബോയ് ആയിരുന്നു. അത് ഹീറോയിൻ്റെ ചേച്ചി മാരേജ് കഴിച്ചത് ജിന്നിനായിരുന്നു. അതിനായിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഹീറോ ഉണ്ടാവും. അവർക്ക് ബേബീസ് ഉണ്ട്. 2 കുട്ടികളാണ്. ഇപ്പം ഹീറോയിൻ്റെ ചേച്ചിക്കും 2 കുട്ടികളുണ്ടായിരുന്നു. 2 ട്വിൻസ്. ഇപ്പം അതെ 2 കുട്ടികളുണ്ട്. ഇപ്പോൾ 4 കുട്ടികളാണ് ചേച്ചിക്ക്. ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഹീറോ ചിരിച്ചിട്ട് പറയായിരുന്നു എൻ്റെ ട്വിൻസ് ആയിരുന്നു. എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് 2 കുട്ടികൾ 6 കുട്ടികളൊക്കെ വിളിച്ചായിരുന്നു. ഹീറോയ്ക്ക് ബേബീസ് ട്രിപ്പിൾസാണ്. ഹീറോയിൻ്റെ ബേബീസ് കുട്ടി ഹീറോയിൻ്റെ ചേച്ചി 2 കുട്ടികൾ ഇപ്പോൾ 2 കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ. അത് മാത്രമല്ല 2 ചെറിയ കുട്ടികൾക്ക് 3 വയസ്സ്. ഹീറോ ഷോക്കാകും. ചേച്ചിക്ക് മാരേജ് ബേബി മറന്നോടി ചേച്ചി സോറി എനിക്ക് വരാൻ പറ്റില്ലായിരുന്നു. അത് മുംബൈക്ക് പോയിരുന്നു. മുംബൈന് ഇന്ത്യക്ക് വന്ന് കൊറിയക്ക് വന്നായിരുന്നു. ഹീറോ ചേച്ചിക്ക് പറയായിരുന്നു മുംബൈയിൽ സെറ്റിലായതാ ചേച്ചി ആദ്യം. ജിന്നെ മമ്മി അക്സെപ്റ്റ് ചെയ്തില്ല. ലാസ്റ്റ് എങ്ങനെ കറക്റ്റ് ചെയ്ത് മമ്മീനെ അക്സെപ്റ്റ് ചെയ്തായിരുന്നു. ജിന്നിക്ക് ഭയങ്കര ഹാപ്പി. ശരി ഓക്കെ അങ്ങനെയായിട്ട് അവർ സെറ്റിലായിരുന്നു. ഹീറോയ്ക്ക് അങ്ങനെയായിട്ട് അവർ ഡേഴ്സ് പോകാൻ തുടങ്ങിയാണ്. ഹീറോ ബേബിനെ കാരിങ് ചെയ്ത് തുടങ്ങി. അങ്ങനെയായിട്ട് 3 ഗേൾസ് വന്ന് ഫസ്റ്റ് ജിമ്മിൻ്റെ അടുത്ത് വന്നു. ജിമ്മിൻ നോക്കാൻ തുടങ്ങി. ജിമ്മിനോട് ഇന്ന് സംസാരിക്കായിരുന്നു. ജിമ്മിൻ്റെ അടുത്ത് വന്ന് സീനിയർ എന്ന് പറയായിരുന്നു. എൻ്റെ പേര് സീനിയർ. എൻ്റെ പേര് മിയ. പറഞ്ഞോ എന്താ പ്രശ്നം സീനിയർ ഐ ലവ് യു എന്നെ എല്ലാവരും ഇതുള്ള പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാൻ പറയായിരുന്നു. കുറച്ച് പേര് സീനിയേഴ്സ്മാർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയായിരുന്നു. സീനിയേഴ്സ്മാർ പറഞ്ഞു അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കുറച്ച് പേർ ഉണ്ടായിരുന്നു. കുറച്ച് പേർക്ക് ജൂനിയേഴ്സ്മാർ അക്സെപ്റ്റ് ചെയ്യാൻ പറയായിരുന്നു. ജിമ്മിന് പറയായിരുന്നു സോറി മാ എനിക്ക് മാരേജ് എന്ന് ജൂലിനോട് ഇപ്പോൾ ജിമ്മിന് പറയാം എനിക്ക് മാരേജായി എനിക്ക് ബേബിയുണ്ട്. ജിമ്മിന് പറഞ്ഞു അവിടുന്ന് പോയായിരുന്നു. ഇതുകൊണ്ട് ജൂലിക്ക് ഷോക്കായിരുന്നു. ഞാൻ നമ്പല. അങ്ങനെ ജിമ്മിന് പറഞ്ഞായിരുന്നു എൻ്റെ ബേബി. ജിമ്മിൻ്റെ ബേബി ഫോട്ടോ കാട്ടിയായിരുന്നു. അത് മാത്രമല്ല വീഡിയോസ് കാട്ടി. ജിമ്മിന് ഷോക്കായി. അപ്പോഴും സാഡായിരുന്നു. അങ്ങനെയായിട്ട് വീൻ്റെ അടുക്ക് വന്നിട്ട് എൻ്റെ പേര് സ്റ്റെല്ല ഐ ലവ് യു സീനിയർ എന്ന് വീക്ക് പ്രപ്പോസ്. വി പറഞ്ഞു എനിക്ക് മാരേജായി എനിക്കൊരു ബേബിയുണ്ട്. വി പറഞ്ഞു ഫോട്ടോസ് വീഡിയോസ് കാട്ടിയായിരുന്നു. ജങ്കുക്കനടുത്ത് വന്ന സീനിയർ എൻ്റെ പേര് സോഫിയ സീനിയർ ഐ ലവ് യു സോറി മാ എനിക്ക് മാരേജായി എനിക്ക് ബേബിയുണ്ട് എന്നെ 3 പേര് പറയായിരുന്നു. 3 പേര് പറയുമ്പോൾ അവർക്ക് 3 ഗേൾസ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ആരാ വൈഫ് എനിക്ക് കാണണം എന്ന് പറഞ്ഞ 3 ഗേൾസ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെയായിട്ട് അവർ ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി. അവർ കണ്ട കഥയിരുന്നാണ് ഗേൾസ്. അവർ ട്രൈ ചെയ്ത് കഷ്ടമായി. ശരി എങ്ങനെ ഇതുമേഘം അങ്ങനെ അവർക്ക് പഠിച്ചിട്ട് ഗ്രാജുവേറ്റായിട്ട് അവർ പറയാൻ തുടങ്ങി എനിക്ക് പഠിച്ചു കഴിഞ്ഞു നല്ല കോളേജാണ് നല്ല പഠിക്കുന്നത് എന്ന് പറഞ്ഞ് അവർ ഗ്രാജുവേറ്റ് തന്നിട്ട് ഹായ്. പിന്നെ ബേബീസ് 3 പേര് ബേബീസ്
കുടു വന്നായിരുന്നു ബേബീസ്. ഇങ്ങനെ ഇപ്പം നടക്കാൻ തുടങ്ങിയ ബേബീസ് ഓടി വന്ന് അവരെ ഹഗ് ചെയ്ത് അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഒരു രണ്ടുപേരും മമ്മി ഡാഡിയും മമ്മീൻ്റെ കയ്യിൽ ബേബി ഉണ്ട്. ബേബി വന്ന് അവരുടെ കയ്യിൽ വന്നായിരുന്നു. അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുട്ടി കുറച്ച് നടക്കാൻ തുടങ്ങിയ ബേബീസ് ഡാഡി എന്ന് പറഞ്ഞ് ക്യൂട്ടായിട്ട് അവർ കൈക്ക് പോയിരുന്നു ബേബീസ്. അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതെ, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഡാഡ് കമ്പനി നോക്കൂ, എന്നെ മാസ്റ്റർ ഡിഗ്രി ഞാൻ പഠിക്കാം എന്നെ 3 പേര് പറയുന്നത് കേട്ട് ഹീറോമാരെ ഡാഡിയൊക്കെ ഷോക്ക്. എന്താടാ പറയുന്നത്? അതെ ഡാഡ്, മാസ്റ്റർ ഡിഗ്രി ഞങ്ങൾ പഠിക്കാൻ പോവാ. എന്താടാ നീ പറഞ്ഞു? ഞങ്ങൾ വീട്ടിലിരുന്നിട്ട് പഠിക്കാൻ പോവാം. എക്സാം പരീക്ഷ മാത്രം ഇരിക്കും. ഞങ്ങൾ ബേബീസ് കൂടെ ഇരിക്കണം. എന്നെ 3 പേര് പറയായിരുന്നു കമ്പനി നോക്കാം മാസ്റ്റർ ഡിഗ്രി ഞങ്ങൾ പഠിക്കാം എന്നെ അവർ പറഞ്ഞു എഴുതിട്ട്. ശരിടാ, ഓക്കെ പഠിച്ചോ, കമ്പനി നോക്കിക്കോ എന്ന് പറയുന്നു. ശരി ഡാഡ് എന്ന് പറഞ്ഞു ബേബിനെ ഹഗ് ചെയ്തു. ഇത് കേട്ടാൽ 3 പേർക്ക് ഷോക്കായിരുന്നു. ബേബീസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവർ കൂടി ചേഞ്ച് ആയിരുന്നു. അതെ, അവർക്ക് 3 പേർക്ക് വേറെ ഒന്നും ചേട്ടന്മാരൊന്നുമില്ല. ഇവർ 3 പേര് ബേബിയാണ് കൺഫേം ആയിട്ട്. അവർ ഗേൾസ് കുറച്ച് ചേഞ്ച് ആയിരുന്നു. അങ്ങനെയായിട്ട് അവർ 3 പേർക്ക് കമ്പനി റൺ ചെയ്ത് തുടങ്ങി. അവർ മാസ്റ്റർ ഡിഗ്രി പഠിക്കാൻ തുടങ്ങിയായിരുന്നു. ഹിറൈ ചിരിച്ചിട്ട് നോക്കായിരുന്നു. അങ്ങനെ 3 പേര് ഹിറൈ കൂടെ ചെയ്യുന്നത്. ഹിറൈ മുറയ്ക്കായിരുന്നു 3 പേരെ. എന്നിങ്ങനെ മുറയ്ക്കുന്ന എന്ന് പറഞ്ഞ് ഹീറോയിനെ കുറിച്ച് കൊഞ്ചം തുടങ്ങി. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ ഇങ്ങനെ ഇന്ത്യയൊക്കെ വന്നായിരുന്നു. അവർ വന്നായിരുന്നു ഇന്ത്യയിൽ. ഹീറോയിൻ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. അതിലൊരു ചെക്കനൊക്കെ ഹീറോയിൻ കണ്ണായിരുന്നു. എന്നാൽ ആ ചെക്കനിക്ക് ഹീറോയ്ക്ക് മാരേജ് ആയിട്ട് അറിയില്ല. അവന് മുംബൈക്ക് പോയിരുന്നു വന്നതായിരുന്നു. ഹായ് ബ്യൂട്ടി ഗേൾ, രണ്ടുപേരും മാരേജ് കഴിക്കുക. ഇത് കേട്ട് 3 ഷോക്കായിരുന്നു. അത് കേട്ട് അവൻ്റെ ഫ്രണ്ട് പറയുന്നു, മച്ചി ഇവൾക്ക് മാരേജ് ചെയ്യടാ, ഇവളെനിക്കൊക്കെ ലവ് മാരേജ്. അതെടാ മാരേജ്, 3 ബേബീസ് അവിടെ കണ്ടോ? ഏതാ അവിടെ കാണില്ല വ്യത്യാസമായിട്ട് ബോയ്സ് വൈറ്റായിട്ട്, അവരാണ് അവളെ ഹസ്ബൻഡ്. ഇത് കേട്ട് അവർ ഷോക്കായിരുന്നു. അങ്ങനെ ബേബീസ് കൂടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോ വോമിറ്റ് ചെയ്തു, ചെക്ക് ചെയ്തു. ഡേയ്സ് പോകുന്നു. ഹീറോ വരുന്നിട്ടായി. ഹീറോയ്ക്ക് 3 ട്രബിൾസ് ഗേൾ ബേബി ജനിച്ചു. അങ്ങനെ ഹീറോ ബേബീസ് കൂടെ ജോലി ടൈം ചെയ്തിരുന്നു. ഹീറോയിൻ നോക്കി മുറിക്കായിരുന്നു 3 പേര് മാറിയിരിക്കുകയായിരുന്നു. കമ്പനി അവർ നന്നായിട്ട് നോക്കാം. മാസ്റ്റർ ഡിഗ്രി പഠിച്ച് കഴിഞ്ഞ് അവർ കമ്പനി നന്നായിട്ട് റൺ ചെയ്യുന്നത്. ബേബീസ് കൂടെ ഹാപ്പി ആയിട്ട് ഹീറോയ്ക്ക് കൂടെ ഹാപ്പി ആയിട്ടുണ്ട്. ഹാപ്പി എൻഡിങ് സ്റ്റോറീസ്.